എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ അവിടെ കുറേ ചാമ്പയ്ക്ക ഇങ്ങനെ പഴുത്ത് വീഴാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടാ. ലാസ്റ്റ് ചാമ്പയ്ക്ക കൊഴിഞ്ഞ് കഴിയാറായപ്പോഴാണ് ഞാനൊന്ന് പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയേക്കണത് കേട്ടാ. പാറുക്കുട്ടിയാണെങ്കിൽ കുറേ ദിവസമായി ഇത് ഉപ്പിലിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് തൊഴിൽ ഉണ്ടായിരുന്നില്ല കേട്ടാ. എന്തായാലും ചാമ്പയ്ക്ക കൊഴിഞ്ഞ് കഴിയാനായിട്ട് മുന്നേ ഇത് പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ കിടക്കണ്ട. അപ്പം എന്തായാലും ഞാനൊന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി നേരം ഇല്ലെങ്കിൽ നേരം ഉണ്ടാക്കി പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയേക്കാട്ടാ. ഈ ചാമ്പയ്ക്ക ഉപ്പിലിടാൻ വലിയധികം പണിയൊന്നുമില്ല. എന്നാലും കുറേ അല്ലറ ചില്ലറ പണികളും ഉണ്ട്. പിന്നെ കുറച്ച് മടിയുണ്ട്. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ വയ്യാൻ തോന്നും. അപ്പോൾ പിന്നെ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ചാമ്പയ്ക്ക മുഴുവൻ ദേ കഴിയാറായപ്പോഴാണ് നമ്മൾ ചാമ്പയ്ക്ക പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. നല്ല രസമാണല്ലേ ഇതിങ്ങനെ പഴുത്ത് കിടക്കണത് കാണാൻ. നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കാറ്റുകാലം ആയതുകൊണ്ട് എല്ലാ ചാമ്പയ്ക്കും കാറ്റ് തല്ലി കൊഴിച്ചിടുകയാണ്. ചാമ്പയ്ക്ക മുഴുവൻ കൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്കിതൊന്ന് ഉപ്പിലിട്ട് തരുമെന്നുള്ള അവളുടെ പരാതി ഒന്ന് തീർത്ത് കൊടുത്തേക്കാം അല്ലേ. അപ്പം നമുക്ക് ഉപ്പിലിടാനായിട്ട് ഇതേ ചാമ്പയ്ക്കൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ക്ലീൻ ചെയ്യണം. അതിനു മുമ്പ് നമ്മുടെ ചാമ്പയ്ക്ക ഒന്ന് തിന്ന് നോക്കാം അല്ലേ, നല്ലതാണോ എന്ന്. നല്ലത് തന്നെയാണ് കേട്ടോ. നല്ല പുളിയും ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പറിച്ച ഈ ചാമ്പയ്ക്കൊക്കെ കൊണ്ടുപോയി നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അതിലത്തെ വെള്ളമൊക്കെ ഉപ്പിക്കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഉപ്പിലിടാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പിലിടാനായാലും അച്ചാറിട്ട് വെക്കാനായാലും ചില്ലുകുപ്പിയിലിട്ട് വെക്കാനാണ് നല്ലത് കേട്ടോ. പക്ഷേ മക്കളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചില്ലുകുപ്പിയിലിട്ട് വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് താഴെ വീണ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ നമ്മൾ ചാമ്പയ്ക്കൊക്കെ കുപ്പിയിൽ നിറച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ കുപ്പി ഇത്തിരി നിറഞ്ഞു. എന്നാലും മുളകൊക്കെ ഇട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഉപ്പിട്ട് വെക്കണം. എന്നാലാണ് ചാമ്പയ്ക്കയിൽ നന്നായി ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ചാമ്പയ്ക്കയുടെ മുകളിൽ വെള്ളം നിൽക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നാലാണ് നമ്മുടെ ചാമ്പയ്ക്ക ഉപ്പിലിട്ട് വെച്ചത് കേടാവാണ്ടിരിക്കുകയുള്ളൂ കേട്ടോ. പക്ഷേ നമ്മുടെ ചാമ്പയ്ക്ക ഉണ്ടല്ലോ കുറേ ദിവസം ഉപ്പിലിട്ട് വെച്ചാൽ കൊള്ളത്തില്ല കേട്ടോ. നമ്മൾ മാങ്ങയും നെല്ലിക്കയൊക്കെ ഇട്ട് വെക്കുന്ന പോലെ അധികം ദിവസം ഇരിക്കില്ല. എന്നാലും കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായി അടച്ച് ഒന്ന് കുലുക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ കുപ്പിയിലുള്ള ഉപ്പും മുളകും എല്ലാതും കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ ഉപ്പും മുളകൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തുള്ളൂ. അങ്ങനെ ദേ നമ്മൾ മിക്സ് ചെയ്ത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നല്ല കളർഫുള്ളാണല്ലേ. ഈ ഉപ്പിലിട്ട് വെച്ചേണതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ വെള്ളം വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതൊരാൾ കഴിക്കണത് കാണും കൂടെ ചെയ്താൽ പിന്നെ ഒരു വായിൽ കപ്പിലൊടിക്കാനുള്ള വെള്ളം ഉണ്ടാവില്ലേ. അപ്പം അതേ നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചാമ്പയ്ക്ക ഉപ്പിലിടലൊന്നും അല്ല കേട്ടോ. നമുക്ക് കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഒരു ചെറിയ തോരൻ പോലെ ഒരു വറവുണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കോവയ്ക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം കഞ്ഞിക്ക് നമുക്ക് കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ ഇന്ന്. അപ്പം അതേ നമ്മൾ നീളത്തിൽ കനം കുറച്ച് കോവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു സവോള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അതിലത്തെ വെള്ളം വരാൻ പാകത്തിനൊന്ന് നമുക്ക് തിരുമ്മി മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമ്മളുടെ ആ കോവയ്ക്കയിലത്തെയും സവോളയിലത്തെയൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ തിരുമ്മിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ അതേ മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ എടുത്തേക്കണത്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കണത്. അത് പേസ്റ്റായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് പൊടികൾ വേറെ നമ്മളുടെ കടലമാവ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാനൊരു 3 ടീസ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂണോളം അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളുടെ കോവയ്ക്കൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിപ്പോൾ നമുക്ക് ചിക്കൻ മസാലയോ ബീഫ് മസാലയോ നമ്മൾ പൊടിച്ച മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കൈ വെച്ച് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഇവിടെ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി അതിലത്തെ മസാലയൊക്കെ നല്ലതായിട്ട് കുഴമ്പ് പരുവത്തിനായി കിട്ടണം കേട്ടോ. അതിന് വേണ്ടി നമുക്ക് ഇത്തിരി വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു തുള്ളി വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടാവരുത് കേട്ടോ. ഒരു തുള്ളി ഒരു സ്പൂൺ അത്രയൊക്കെ
അത്രയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കഞ്ഞിക്ക് പിന്നെ വേറെ ഒരു കറിയും വേണ്ട. ഇത് കുറേ ദിവസം വേണമെങ്കിലും കേട് കൂടാണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതേ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളുടെ തിരുമ്മി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇളക്കരുത് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കഴിയുമ്പോൾ അതിലത്തെ മസാലയൊക്കെ വേർപെട്ട് പോകും. അതുകൊണ്ട് ഒരുപാട് ഇളക്കരുത്. ഇട്ട് കൊടുത്ത് കുറച്ച് നേരം മറച്ചിടണമെങ്കിൽ നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയ ശേഷം മറിച്ചിട്ടാൽ മതി. നമ്മളിട്ട കോവയ്ക്കൊക്കെ ഇതേ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് കരിയിക്കാൻ ഇടരുത്. ഒരുവിധം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതങ്ങ് കോരി മാറ്റിയെടുക്കാം കേട്ടോ. അതെ, ഈ പാകത്തിനാണ് ഇപ്പോൾ ഞാൻ കോരി എടുത്തേക്കണത്. ഒരുവിധം കരിമുരാന്ന് തിന്നാൻ പാകത്തിന് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലത്തെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ കോവയ്ക്ക നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് കോരി എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ളതെല്ലാം അതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു 3-4-5 പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ആ മുളകൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മളുടെ കോവയ്ക്ക വറുത്തതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ കഞ്ഞിക്ക് നമുക്ക് പിന്നെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെയായിട്ടും കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. 2 ദിവസമൊക്കെ വേണമെങ്കിൽ കേടുകൂടാതിരിക്കും കേട്ടോ. വറുത്തെടുത്ത കാരണം 2 ദിവസമൊക്കെ കേടുകൂടാണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് കഞ്ഞിക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെയായിട്ടും കോവയ്ക്ക ഫ്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.